സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? എത്ര വർഷമായി ഇങ്ങനെ ലാലേട്ട സിനിമ കണ്ടിട്ട് തീർന്നകത്ത് കാത്തിരുന്ന നിമിഷം, ലാലേട്ടൻ ഫാൻസ് ആഘോഷിക്കാൻ കാത്തിരുന്ന നിമിഷമാണ് അല്ലേ? അങ്ങേരെ എപ്പോഴത്തേം കൂട്ടിൽ അങ്ങേര് തീർന്നിട്ടും തുടരും കുറേ നാള് തിയേറ്ററിൽ തുടരും. മനസ്സ് നിറഞ്ഞു, കണ്ണ് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു. പഴയ ലാലേട്ടനെ കണ്ടു, പഴയ ലാലേട്ടൻ സിനിമ കണ്ടു. മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഇത്രയധികം ഓളം സൃഷ്ടിക്കാൻ സാധിക്കുന്ന മറ്റൊരു നായക നടനില്ല. ഇത്രയധികം ക്രൗഡ് പുള്ളിംഗ് സാധിക്കുന്ന മറ്റൊരു നായക നടനില്ല. തൻ്റെ 10ഓളം സിനിമകൾ തുടർ പരാജയങ്ങളായാലും 11ാമത്തെ ഒറ്റ സിനിമയിൽ തൻ്റെ മുഴുവൻ പ്രേക്ഷകരുടെയും പിന്തുണ തിരിച്ചുപിടിക്കുവാനും സർവകാല റെക്കോർഡുകൾ ഭേദിക്കാനും സാധിക്കുന്ന മറ്റൊരു നായക നടനില്ല. സിനിമ തുടങ്ങുമ്പോൾ തന്നെ പഴയകാല ലാലേട്ടൻ ചിത്രങ്ങളിലെ ലാലേട്ടൻ്റെ വിഷ്വൽസ് അല്ലെങ്കിൽ ഇമേജസ്, അതിനോട് ചേർന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളെ പഴയ ലാലേട്ടനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെപ്പോലെ തന്നെ ലാലേട്ടൻ ആരാധകനായ തരുൺ മൂർത്തി സിനിമ ആരംഭിക്കുന്നത്. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടു തുടങ്ങുന്നത്. സമീപകാലങ്ങളായിട്ട് ലാലേട്ടൻ സിനിമകളെ വല്ലാതെ വിമർശിക്കുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ സിനിമകൾ വളരെ മികച്ചതാകാത്തത് കൊണ്ടാകാം, ഒരു നല്ല സിനിമ വരാനും ആ സിനിമ പൂർത്തിയാകാനും കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകരിൽ ഒരാളായിരുന്നു ഞാനും. ഇന്ന് ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. പഴയ ആ ലാലേട്ടൻ സിനിമ കാണുമ്പോഴുള്ള ഇമോഷൻ അനുഭവിച്ചു. തരുൺ മൂർത്തിക്കും ലാലേട്ടനും ഒരുപാട് നന്ദി. വർഷങ്ങളായുള്ള കാത്തിരിപ്പ്, ഒരു നല്ല ലാലേട്ടൻ സിനിമ കണ്ട് മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരാനുള്ള ഒരു പ്രേക്ഷകന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന സിനിമ. മോഹൻലാൽ തുടരും, ആ ഒരു വാചകത്തോടു കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് നിരവധി ഇമോഷൻസ് നമ്മളെ കണക്ട് ചെയ്യും. ആ ഇമോഷൻസ് നമ്മുടെ കണ്ണ് നനയ്ക്കും. അത് സിനിമയുടെ ക്ലൈമാക്സുമായി ബന്ധപ്പെട്ട് കണക്ട് ആവുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കഥ എന്നിലുണ്ടാക്കിയ ഇമോഷൻസിനേക്കാൾ കൂടുതൽ ഒരു നല്ല സിനിമ വളരെ മനോഹരമായി ചെയ്തു വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തിരിഞ്ഞുള്ള നടത്തം കാണുമ്പോഴുള്ള ആ ഒരു ഇമോഷൻ, അതിനോടൊപ്പം പഴയകാല ചിത്രങ്ങളിലെ വിഷ്വൽസ്, BGM ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ കൗമാരം, നമ്മുടെ യൗവനം, ഈ കാലഘട്ടത്തിലൊക്കെ ലാലേട്ടൻ ചിത്രങ്ങളും ആ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളും അതിലെ മ്യൂസിക്കും അതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസ്, അതൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക, നമ്മൾ ആ കഴിഞ്ഞ കാലത്തേക്ക് തിരിച്ചു പോവുക, ആ കാലഘട്ടത്തിലെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഇമോഷൻസിലാണ് ഞാൻ ഈ സിനിമ അവസാനിച്ച് ഇറങ്ങിപ്പോരുന്നത്. മനസ്സിൽ കണക്ട് ആവുന്ന രീതിയിൽ, ഇമോഷൻസ് കണക്ട് ആവുന്ന രീതിയിൽ, ലാലേട്ടനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന രീതിയിൽ ഒരു സിനിമ ഇറങ്ങിയിട്ട് കാലങ്ങളായി. കാരണം അങ്ങനെ ഒരു കഥാസന്ദർഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ലാലേട്ടൻ ഒരുക്കി കൊടുക്കുന്നതിൽ ഈ പറയുന്ന നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഒരുപക്ഷെ ലാലേട്ടൻ തിരഞ്ഞെടുക്കുന്ന കഥ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സംവിധായകരുടെ ഒക്കെ കുഴപ്പമുണ്ടാവാം. അതിന്റെ റീസൺസ് നമുക്കറിയില്ല. പക്ഷെ തരുൺ മൂർത്തിയുടെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് ഒരു ചലച്ചിത്രമായിട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് തരുൺ മൂർത്തിയെ പോലെ തന്നെ, ലാലേട്ടന്റെ ഒരു കട്ട ഫാൻ ബോയ് ആയിട്ടുള്ള തരുൺ മൂർത്തിയെ പോലെ ലാലേട്ടൻ ആരാധകർക്കും അതല്ല സാധാരണ സിനിമാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള, ഇമോഷണലി നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു ഈ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ. പരിപൂർണമായിട്ടും ഒരു കംപ്ലീറ്റ് ആക്ടറുടെ ഒരു കംപ്ലീറ്റ് സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് നമുക്കൊരു തൃപ്തി കൂടെ വരുമ്പം, ഇല്ല ലാലേട്ടന്റെ കാലം അവസാനിച്ചിട്ടില്ല, ലാലേട്ടൻ തുടരും എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻസ്, പഴയ കാലത്ത് ലാലേട്ടൻ ചെയ്തു വെച്ച സിനിമകളെ കുറിച്ചുള്ള ഒരു ഓർമ്മ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനം, ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ ശരിക്കും കണ്ണ് നിറഞ്ഞ് ലാലേട്ടനോട് അല്ലെങ്കിൽ തരുൺ മൂർത്തിയോട് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരോടൊക്കെ മനസ്സ് നിറയെ നന്ദി പറഞ്ഞിട്ടാണ് സിനിമ കണ്ടിറങ്ങുന്നത്. ലാലേട്ടന് പെർഫോം ചെയ്യണമെങ്കിൽ ലാലേട്ടൻ്റെതായ സ്വതസിദ്ധമായ ഒരു അവതരണ ശൈലിക്കുള്ള ഒരു സ്പേസ് വേണം, അതിന് പറ്റിയ കഥ വേണം, അതിന് പറ്റിയ കഥാസന്ദർഭങ്ങൾ വേണം. സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തു വരും. അത് ഇനിയും ബാക്കിയുണ്ട്, ഇനിയും തുടരാൻ ബാക്കിയുണ്ടെന്നുള്ളത് ഉറപ്പിച്ച് പറയുന്ന ഒരു സിനിമയാണ് തുടരും. എന്തുകൊണ്ട് ഈ സിനിമ എമ്പുരാന് ശേഷം ഇറക്കി, എന്തുകൊണ്ട് ഈ സിനിമ എമ്പുരാനോളം മാർക്കറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അത്രയും ഹൈപ്പ് നൽകിയില്ല, ഇതൊക്കെ ഈ സിനിമ കാണുമ്പം നമുക്ക് ആ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരും. കാരണം തരുൺ മൂർത്തിയുടെയും അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെയും ആത്മവിശ്വാസമായിരുന്നു അതിന്റെ ഹൈപ്പ് അത്രയും കൊണ്ടുപോകാത്തതിന്റെ പിന്നിൽ. അതേപോലെ തന്നെ എമ്പുരാന് മുൻപ് ഇറക്കിയിരുന്നെങ്കിൽ എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു സിനിമ ഇറക്കിയിട്ട്
ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ അതിൻ്റെ കൂടെ ഇതും കൂടെ ഇറക്കി ആ ഒരു ബ്രാൻഡിങ് ഇങ്ങനെ കുറഞ്ഞ് എമ്പുരാനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എമ്പുരാൻ കഴിഞ്ഞിട്ട് തുടരും ഇറക്കിയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സിനിമ നമ്മൾ ആദ്യം കണ്ടിരുന്നെങ്കിൽ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ വേറെ ലെവലിലേക്ക് പോകും. നമ്മൾ അത്രയും നമ്മളെ തൃപ്തിപ്പെടുത്താൻ എമ്പുരാന് സാധിക്കില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ എമ്പുരാന് ശേഷം ഇറക്കി നന്നായി. ഇത് ആദ്യം കണ്ടിരുന്നെങ്കിൽ നമുക്ക് എമ്പുരാനെ നമുക്ക് അത്രയും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരു സിനിമയുടെ ഒരു അവതരണ ശൈലി, തരുൺമൂർത്തി അതിൽ കാണിച്ചിരിക്കുന്ന ഒരു അവതരണ ശൈലി, അതൊന്നുകൊണ്ട് മാത്രം നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട്. ലാലേട്ടന്റെ സിനിമ എന്ന് മാത്രമല്ല, ഏതൊരാളുടെ സിനിമ ചെയ്യുകയാണെങ്കിലും ആ സിനിമ ചെയ്യുന്ന സമയത്ത് കഥയും കഥാപാത്രങ്ങളുമായിട്ട് നമ്മളെ പ്രേക്ഷകനെ കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കണം. അത് ബിൽഡ് ചെയ്യുന്നതാണ് ഒരു സിനിമ എഴുതുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും കഥാകാരനാണെങ്കിലും അല്ലെങ്കിൽ സംവിധായകനാണെങ്കിലും ആ സിനിമയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ സിനിമയിലെ പ്രതിനായക കഥാപാത്രം, വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ആ വില്ലനിസം ചെയ്തു വെച്ചിരിക്കുന്നത് പറയാതെ വയ്യ. പ്രേക്ഷകർക്ക് മാനസികമായി അത്രമേൽ വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തു വെക്കാൻ തരുൺമൂർത്തിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഇമോഷണൽ കണക്ഷനാണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നായക കഥാപാത്രത്തിനോട് പ്രേക്ഷകനെ ചേർത്ത് വെച്ചുകൊണ്ട് സിനിമയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ സംവിധായകന് സാധിക്കുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയും പൃഥ്വിരാജും ഒക്കെ കണ്ടുപിടിക്കണം. സംവിധായകന്റെ ആത്മരതി തീർക്കാനുള്ള ഇടമായി സിനിമയെ കാണാതെ കാശ് മുടക്കി തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കാൻ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ശ്രദ്ധിക്കണം. ലാലേട്ടനോടും ഒരു അഭ്യർത്ഥനയുണ്ട്, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സിനിമകൾ സ്വീകരിക്കുക. ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നല്ല സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്നതിന്റെ ഉദാഹരണമാണ് അങ്ങേക്ക് കിട്ടിയ ആദ്യ ദിനത്തിലെ റെസ്പോൺസ്. നന്ദി തരുൺമൂർത്തി, നന്ദി ലാലേട്ട, പഴയ കാലത്തേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളെ കൊണ്ടുപോയതിന്, ആ പഴയ ലാലേട്ടൻ ചിത്രങ്ങളുടെ ഓർമ്മകൾ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് എത്തിച്ചതിന്, മനോഹരമായ ഒരു ചിത്രം സമ്മാനിച്ചതിന്.